പരാജയഭീതിയിൽ UDF ആസൂത്രിതമായ അക്രമം അഴിച്ചുവിടുകയാണെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ജനം ടിവിയുടെ ജനസഭ അലങ്കോലമാക്കിയത് അതിന്റെ ഭാഗമാണ്. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അതൊന്നും വിലപ്പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൊട്ടിക്കലാശത്തിന്റെ അവസാന ദിവസത്തിലേക്ക് എത്തിയ സമയത്തും ഗൃഹസമ്പർക്കത്തിൽ സജീവമാണ് C. കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥി. അവസാന ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് വൈബ്? ജനങ്ങള് പ്രത്യേകിച്ച് വീടുകളിൽ പോകുന്ന സമയത്ത് സ്ത്രീ വോട്ടർമാർ, അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ അനുകൂലമാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് അവരുടെ പിന്തുണ. അവരിവിടെ ഒരു മാറ്റത്തിനായിട്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അവർ പറയുന്നത് ഇത്തവണ ഞങ്ങളെ വോട്ട് നിങ്ങൾക്കാണ്, നിങ്ങൾ ജയിച്ചിരിക്കണം, ഇവിടെ ഒരു മാറ്റം വരണം. നേരത്തെ പിരായിരി പഞ്ചായത്തിൽ വിൻസെന്റ് കോളനിയിൽ പോയി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. 40 വർഷമായിട്ട് അവരവിടെ താമസിക്കുക. കുടിവെള്ളം പോലും ഇല്ല, റോഡില്ല, ഒരാൾക്ക് അസുഖം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വഴിയില്ല. മഴക്കാലമായാൽ അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അവർ ചോദിക്കുന്നത് ഇത്രയും MLA-മാരും MP-മാരും പഞ്ചായത്ത് മെമ്പർക്ക് ജയിച്ചിട്ട് പോയിട്ടും ഇതുവരെ ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി തന്നെ വരുന്നത്. ഞങ്ങൾ അതുകൊണ്ട് ഇത്തവണ നിങ്ങളൊക്കെ കൂടെയാണ്, ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തരുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇതാണ് ജനങ്ങളിൽ നിന്ന് വരുന്ന പ്രതികരണം. UDF ആകെ അങ്കലാപ്പിലാന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ ജനത്തിന്റെ ജനകീയ സംവാദ പരിപാടിയായ ജനസഭ നടത്തിയ സമയത്ത് ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നു. അതിന് മറുപടി പറയാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഒരു അലങ്കോലപ്പെടുത്തുന്ന ഒരു സാഹചര്യം, നമ്മുടെ എക്യുപ്മെന്റ്സ് ഉൾപ്പെടെയുള്ളവ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, UDF അവരുടെ പരാജയം ഉറപ്പിച്ചതിന്റെ ഫലമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ജനസഭയിൽ വന്ന് ആളുകളെ വിട്ട് അലങ്കോലമാക്കുക, അതുപോലെ തന്നെ പൈസ കൊടുത്ത ആളുകളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, സൂട്ട് കേസുമായിട്ടാണ് കൗൺസിലർമാരെയും അതുപോലെ തന്നെ മറ്റാളുകളെയും സമീപിക്കുന്നത്. അതുകൊണ്ടൊന്നും പാലക്കാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പറ്റില്ല എന്നുള്ളവർ അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ജനസഭയ്ക്ക് നേരെ വലിയ ആക്രമണമല്ല അയച്ചുവിട്ട്, ആസൂത്രിതമായിട്ട് കുറച്ച് ആളുകളെ നേരത്തെ തന്നെ സംഘടിതമായിട്ട് തയ്യാറാക്കി നിർത്തുക, അവര് അവിടെ വന്ന് നേരത്തെ നിശ്ചയിച്ച തിരക്കഥ അനുസരിച്ചിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ജനസഭ അലങ്കോലപ്പെടുത്തുക. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ലോകം മുഴുവനുള്ള ജനങ്ങൾ ഈ പ്രോഗ്രാമൊക്കെ കാണുന്നതാണ്. പരാജയഭീതി പൂണ്ട ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം ചെയ്യുന്ന പ്രവൃത്തികളാണ്. കോൺഗ്രസിൽ തന്നെ വലിയൊരു വിഭാഗത്തിന് ഇതിൽ അതൃപ്തിയുണ്ട്. ഏകപക്ഷീയമായിട്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, കള്ളവോട്ട് ചേർത്തുക, കൊടുമ്പ് പഞ്ചായത്തിലുള്ള ആളുകളെ കണ്ണാടി പഞ്ചായത്തിൽ വോട്ടർമാരായി ചേർത്തിരിക്കുക. ഷാഫി കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഇവിടെ ജയിച്ചു വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇന്ന് പാലക്കാട്ടുകാർക്ക് ബോധ്യം വന്നിരിക്കുക. കള്ളവോട്ട് ചേർത്തിയും ജനാധിപത്യ സംവിധാനത്തെ പൈസ കൊടുത്ത് വിലക്കി വാങ്ങിയിട്ടും എല്ലാം ജയിക്കുന്നത് ഇനി പാലക്കാട്ടുകാർ വകവെച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത്തവണ അതിലുള്ളൊരു അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് മാറും. കുട്ടിക്കലാശം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? കുട്ടിക്കലാശം 2 മണിക്ക് മേലാമുറിയിൽ നിന്ന് ആരംഭിക്കും. നഗരത്തിൽ പ്രധാന കേന്ദ്രങ്ങൾ കൽപ്പാത്തി, അതുപോലെ തന്നെ പുത്തൂര് തുടങ്ങിയ ഭാഗങ്ങൾ വഴി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെത്തി സമാപിക്കും. കൗൺസിലറായിട്ടുള്ള പ്രിയ അജയനും കൂടെ നമ്മോടൊപ്പം ചേരുന്നു. പ്രിയ അജയനൊക്കെ കേന്ദ്രീകരിച്ച് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമ്പർക്കത്തിന്റെ ഭാഗം തന്നെ ആയിട്ടുണ്ട്. വീടുകൾ മൊത്തം കവർ ചെയ്തോ? ഇവിടുത്തെ ഈ കോളനിയിലത്തെ ഏകദേശം എല്ലാ വീടുകളും കയറിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ ഞങ്ങൾ മുന്നേ തന്നെ പ്രവർത്തകർ ഒരുവിധം എല്ലാവരുടെയും കയറി ഞങ്ങളുടെ വോട്ടർ സ്ലിപ്പ് വരെ നൽകി കഴിഞ്ഞു. ഈ വാർഡിൽ എന്തായാലും BJPക്ക് മേൽക്കൈ ഉണ്ടാവും. പിന്നെന്താ, തീർച്ചയായും. അതുകൊണ്ടാണല്ലോ കൗൺസിലർ ആയതും ചെയർപേഴ്സൺ ആയതും. ഓക്കെ, എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഇനി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ C. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ടൗൺ കേന്ദ്രീകരിച്ച് വലിയൊരു സമ്പർക്കത്തിന് പ്ലാൻ ചെയ്തു. അതിനുശേഷം 2 മണിക്കായിരിക്കും കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുക. വൈകുന്നേരം 6 മണിയോട് കൂടിയിട്ട് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ആഘോഷമാക്കാനാണ് BJP പ്രവർത്തകരുടെ NDA പ്രവർത്തകരുടെ തീരുമാനം. ക്യാമറാമാൻ സനലിനൊപ്പം ഗോകുൽ K. വേണുഗോപാൽ, ജനം, പാലക്കാട്.